സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരാൻ സാധ്യത. വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 11 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് അജ്മൽ ദിറാർ വിവരങ്ങളുമായി ചേരുന്നു. അജ്മൽ, ഗുഡ് മോർണിംഗ്. അങ്ങനെ നല്ല മഴയിൽ തണുത്ത പ്രഭാതമാണ്. അജ്മൽ, ഇപ്പൊ തിരുവനന്തപുരത്ത് തന്നെ മഴയുണ്ടെന്ന് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. എത്രത്തോളം മഴ തിരുവനന്തപുരത്ത് അനുഭവപ്പെടുന്നുണ്ട്? ഒപ്പം മറ്റ് ജില്ലകളിലെ മഴ മുന്നറിയിപ്പ് എങ്ങനെ? പ്രഭിത, ഗോകുൽ, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ സംസ്ഥാനത്തെമ്പാടും കാലവർഷം ശക്തമായി തന്നെ തുടരുകയാണ്. അതിൽ പ്രത്യേകിച്ച് ഇന്ന് വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുള്ളത്. ഇന്നിപ്പോൾ നിലവിൽ 14 ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. അതിൽ വടക്കൻ ജില്ലകളിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നത്. ഈ ജില്ലകളിൽ ശക്തമായ മഴ തുടരുമെന്നും അവിടെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെയും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ജാഗ്രതാ നിർദ്ദേശങ്ങൾ പ്രത്യേകം പൊതുജനങ്ങൾ പാലിക്കണമെന്ന് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള മുന്നറിയിപ്പുണ്ട്. കേരളത്തിലെ ബാക്കി 11 ജില്ലകളിലും യെല്ലോ അലർട്ട് കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ ജില്ലകളിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും അതോടൊപ്പം തന്നെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുള്ളത്. ഇതിൽ തന്നെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ എന്നീ 7 ജില്ലകളിൽ അടുത്ത 3 മണിക്കൂർ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ 3 മണിക്കൂർ മാത്രം ഓറഞ്ച് അലർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് മഞ്ഞ അലർട്ടിൽ നിന്ന് 3 മണിക്കൂറത്തേക്ക് ഓറഞ്ച് അലർട്ടിലേക്ക് ഈ 7 ജില്ലകളിൽ മാറ്റിയിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഏതായാലും ഈ ജില്ലകളിലുള്ളവരും പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിലുള്ളവരും ഈ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ കേരളത്തിലെമ്പാടും എല്ലാ ജില്ലകളിലുള്ളവരും ഈ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെയും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ജാഗ്രതാ നിർദ്ദേശങ്ങൾ, പ്രത്യേകിച്ച് ഈ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള മേഖലകളിൽ, ഉരുൾപൊട്ടൽ പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾക്ക് സാധ്യതയുള്ള മേഖലകളിൽ താമസിക്കുന്നവർ അധികൃതരുടെ മുന്നറിയിപ്പുകൾ പാലിച്ച് ക്യാമ്പുകളിലേക്ക് മാറണം. അടച്ചുറപ്പുള്ള വീടുകളിലല്ല താമസിക്കുന്ന എന്നുള്ളവർ ക്യാമ്പുകൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തി അങ്ങോട്ട് മാറണമെന്നുമൊക്കെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇപ്പോഴും ശക്തമായി തന്നെ തുടരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പൊന്മുടി എക്കോ ടൂറിസം മേഖലയൊക്കെ ഇപ്പോൾ അടുത്ത ഒരു അറിയിപ്പുണ്ടാകുന്നത് വരേക്കും അടച്ചുകൊണ്ടുള്ള നിർദ്ദേശവും ഉത്തരവും ഒക്കെ ഇന്നലെ രാത്രി തന്നെ വന്നിട്ടുണ്ടായിരുന്നു. മണ്ണിടിച്ചിൽ സാധ്യത മുന്നിൽ കണ്ടാണ് ഈ പൊന്മുടി എക്കോ ടൂറിസം അടക്കം അടച്ചത്. അതോടൊപ്പം തന്നെ APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല ഇന്ന് നടത്താനിരുന്ന പരീക്ഷകൾ, തിയറി പരീക്ഷകളൊക്കെ അടുത്തൊരു മുന്നറിയിപ്പ് ഉണ്ടാകുന്ന ദിവസത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതായാലും അനിശ്ചിതകാലമായ നീണ്ടു പോവില്ല. അടുത്ത തീയതി എന്നാണെന്നുള്ളത് സർവകലാശാലയുടെ വെബ്സൈറ്റ് വഴി അറിയിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും കാലവർഷം ശക്തമാകുന്നുണ്ട്. സംസ്ഥാനത്ത് പറഞ്ഞതുപോലെ മഴ തുടരുന്നുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള മുന്നറിയിപ്പുകൾ പാലിക്കണമെന്ന് പ്രത്യേകിച്ച് അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള മുന്നറിയിപ്പും തുടരുകയാണ്. പ്രഭിത, ഗോകുൽ. ശരി, അജ്മൽ ദിറാറാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെയാണ് കേരളത്തിലെ മഴ മുന്നറിയിപ്പ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.